ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പതിവ് പോലെ ടിപ്സ് ആൻഡ് ട്രിക്സ് തന്നെയാണ്. നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ പഴയ ബ്രഷ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ പുതുതായിട്ട് വന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഇതുപോലെ പഴയ ബ്രഷൊക്കെ കാണുമല്ലേ. സാധാരണ നമ്മൾ ഉപയോഗമൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ പഴയ ബ്രഷ് കളയാറാണ് പതിവ്. എന്നാൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ഉപയോഗങ്ങളെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴയ ബ്രഷ് പോലും നിങ്ങൾ വെറുതെ കളയില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ ടിപ്പുകളായിട്ട് നോക്കാം. അതിനായിട്ട് ഞാൻ എന്താ പഴയ കുറച്ച് ബ്രഷൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ടിപ്പിനായിട്ട് അതിൽ നിന്ന് ഞാൻ എന്താ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലുള്ള ഈ ഒരു ബ്രഷ് വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന കത്തി കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാവുന്നേ ഉള്ളൂ. ഇനിയിപ്പം അധികം കട്ടിയുള്ള ബ്രഷ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കത്തി ഒന്ന് ചൂടാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബ്രഷിന്റെ ബാക്കി വരുന്ന ഭാഗം നമുക്ക് ഇതുപോലെ തീയിലൊന്ന് കാണിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ഉരുക്കി വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഭാഗം ഇതുപോലെ ബ്രഷിന്റെ ബാക്ക് ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ ഉരുക്കി ഒട്ടിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്നും അഴിഞ്ഞൊന്നും പോരില്ല കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ ബ്രഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ കൈ എത്താത്ത സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുമല്ലോ, അതായത് ചെറിയ ചെറിയ ഏരിയകളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമ്മുടെ ലാപ്ടോപ്പിന്റെ ആയാലും ഡെസ്ക്ടോപ്പിന്റെ ആയാലും ഒക്കെ കീബോർഡിന്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒത്തിരി പൊടികളൊക്കെ കാണൂലേ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമുക്കിത് ബെസ്റ്റ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സ്ലൈഡിങ് ഡോർ ഒക്കെയുള്ള വിൻഡോ ഒക്കെ ആണെങ്കിൽ ഈ ഒരു ചാനലിന്റെ ഏരിയ ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ടും ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് കൈകൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് എന്റെ കയ്യിൽ 2-3 ബ്രഷ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്രഷിന്റെ ഈ ഒരു നമ്മൾ തേക്കുന്ന ഭാഗമില്ലേ, ആ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ എടുത്ത എല്ലാ ബ്രഷിന്റെയും ഈ ഒരു തേക്കുന്ന ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇപ്പൊ ഞാൻ ഇവിടെ 3 ബ്രഷാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു 3 ബ്രഷിനെയും ആ ഒരു ബ്രഷ് വരുന്ന ഭാഗം ഞാൻ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു 3 ബ്രഷിനെയും നമുക്ക് തുണിയോ മറ്റോ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഞാനിപ്പോ ഇവിടെ എടുക്കുന്നത് ഈ ഒരു ബ്ലാക്ക് കളർ ലേസ് ആണ് കേട്ടോ. ഈ ഒരു ലേസ് വെച്ചിട്ട് ഈ ഒരു 3 ബ്രഷിനെയും ഞാൻ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ബ്രഷിന്റെ മുകളിലായിട്ട് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. ഇപ്പൊ ഞാൻ എടുത്ത ബ്രഷുകളൊക്കെ ഈ ഒരു ലേസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലെ ഒരു ചരടാണ്. ഇപ്പൊ ഞാൻ 2 ചരട് ഇതുപോലെ കൂട്ടിച്ചേർത്തൊന്ന് കെട്ടിക്കൊടുത്തതാണ് കേട്ടോ. ഇനി ഈ ഒരു കെട്ട് വരുന്ന ഭാഗം സെൻട്രൽ പോർഷൻ ആയിട്ട് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിന്റെ 2 ഭാഗത്തുമായിട്ട് നമുക്ക് ഈ ഒരു ബ്രഷ് ഒന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ ബ്രഷിന്റെ 2 അറ്റത്തുമായിട്ട് ചരടൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചെറിയൊരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം താഴ്ഭാഗത്തായിട്ട് നമുക്ക് രണ്ടാമത്തെ ബ്രഷ് കൂടി കെട്ടിക്കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ. ഇതേ രീതിയിൽ തന്നെ നമുക്ക് മൂന്നാമത്തെ ബ്രഷും കെട്ടിക്കൊടുക്കാം. നിങ്ങൾ എത്ര ബ്രഷാണോ എടുക്കുന്നത് ആ ഒരു ബ്രഷൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ കെട്ടിക്കൊടുക്കാം. പിന്നെ കെട്ടിക്കൊടുക്കുന്ന ടൈമിൽ ആദ്യത്തെ ബ്രഷ് തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം രണ്ടാമത്തെ ബ്രഷ് കെട്ടിക്കൊടുക്കാനായിട്ട്. ആ ഒരു രീതിയിൽ തുടർന്ന് പോയാൽ മതി കേട്ടോ. അങ്ങനെ 3 ബ്രഷും, അതായത് ഞാൻ എടുത്ത 3 ബ്രഷും കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുമരിലായിട്ട് തൂക്കിയിട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ ചുമരിലോട്ട് തൂക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ നമുക്ക് തൂക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള ഡ്രസ്സൊക്കെ നമുക്ക് ഇതിലോട്ട് തൂക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. നമ്മുടെ മിക്കവരുടെ വീട്ടിൽ അലമാരയൊക്കെ ഉണ്ടാവും. എന്നാൽ അലമാരയിൽ വെക്കാൻ തികയാത്ത ഡ്രസ്സൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. ഇതിനു മുന്നേയും ബ്രഷ് വെച്ചിട്ട് ഞാൻ ഇതുപോലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്ന് അതിൽ ഞാൻ ബ്രഷിന്റെ ഹോളൊക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നു കേട്ടോ ഈ ഒരു കയറിട്ട് കെട്ടിയത്. അപ്പൊ അങ്ങനെ ഹോളൊക്കെ ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ തൂക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ഡ്രസ്സൊക്കെ നമുക്ക് ഇതിലൂടെ ഹാങ് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ആർക്കും മനസ്സിലാവില്ല ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനിയിപ്പം നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റ് ഒക്കെ വന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ ഒരു വൃത്തിയിടാൻ തോന്നുകയാണെങ്കിൽ നമ്മുടെ അലമാരയുടെ, അതായത് ഷെൽഫിന്റെ ഡോർ ഉണ്ടാവുമല്ലോ, ആ ഡോറിന്റെ സൈഡിലായിട്ട് ഇതുപോലെ ഹാങ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. ഷെൽഫിന്റെ ഡോറിന്റെ ഉൾഭാഗത്തായിട്ട് സൈഡിൽ ഇതുപോലെ ഒരു കൊളുത്ത് നമ്മൾ പൊട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തൂക്കിയിടാനായിട്ട് പറ്റും കേട്ടോ. ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സംഭവം നമുക്ക് കാണില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ വൃത്തിയിടാൻ തോന്നുകയാണെങ്കിൽ ഈ ഒരു രീതിയിലും കൂടി ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ നേരത്തെ എടുത്ത അതേ കാര്യം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വേറൊരു രീതിയിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ ഒരു 6ഓളം ആർട്ടിഫിഷ്യൽ ഫ്ലവർ കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫ്ലവറിന്റെ മുകളിലായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ചരട് കൊണ്ട് കെട്ടിയ ഭാഗം ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ഭാഗത്തായിട്ട് വെച്ചു കൊടുക്കാം.
ആ ഒരു കെട്ടിയ ഭാഗം കാണാതിരിക്കാനായിട്ടാണ് ഇതുപോലെ ഫ്ലവർ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ എത്ര ബ്രഷാണോ ഉപയോഗിച്ചിട്ടുള്ളത് ആ ഒരു ബ്രഷിന്റെ 2 സൈഡിലായിട്ട് ഇതുപോലെ ഫ്ലവർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ എന്താ ഫ്ലവറൊക്കെ ഒടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുമരിലായിട്ട് തൂക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ എന്താ ചുമരിലായിട്ട് തൂക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇതുപോലെ ക്ലിപ്പൊക്കെ കാണുമല്ലേ, അപ്പോൾ ഇതുപോലെ ക്ലിപ്പൊക്കെ മിസ്സാവാതെ ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള നല്ലൊരു ഓർഗനൈസറാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയെടുത്തത്. ഇതുപോലെ നമുക്ക് ക്ലിപ്പുകളൊക്കെ ഇതിലോട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ എന്താ എൻ്റെ കയ്യിലെ ക്ലിപ്പൊക്കെ ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് നമ്മുടെ കയ്യിലെ ക്ലിപ്പൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ വെക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലിപ്പൊന്നും എവിടെയും മിസ്സാവുകയില്ല. മാത്രമല്ല എവിടെയെങ്കിലും പോകാൻ നേരത്തൊക്കെ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഇട്ടുകൊണ്ട് പോവുകയും ചെയ്യാം. ക്ലിപ്പൊന്നും തിരഞ്ഞു നടക്കേണ്ട ആവശ്യവും വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സാധാരണ നമ്മൾ ഇത്തരം ക്ലിപ്പുകളൊക്കെ ബോക്സിലാക്കിയിട്ടാണ് വെക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി സ്ഥലം ലാഭിക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പഴയ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ഭംഗിയാണ് കാണാനായിട്ടോ, പിന്നെ അതുപോലെ തന്നെ നല്ല യൂസ്ഫുള്ളും ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ ഇതാ ഇവിടെ 3 ബ്രഷ് എടുത്തിട്ടുണ്ട്. ആ ഒരു 3 ബ്രഷും ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ബ്ലാക്ക് കളർ ലേസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു 3 ബ്രഷ് നമുക്ക് ചേർത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ബ്രഷിന്റെ മുകൾ ഭാഗത്തായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ രണ്ടാമത്തെ ബ്രഷ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഈ 2 ബ്രഷിന്റെയും മുകളിലായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മൂന്നാമത്തെ ബ്രഷ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലുള്ളൊരു വളയാണ്. ഇനി ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ആ ഒരു ലേസ് വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. അങ്ങനെ വളയും ഇതിലോട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ വാഷ് ബേസിന്റെ ഏരിയയിലുള്ള ചുമരിലായിട്ട് ഇതുപോലെ തൂക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ടവലൊക്കെ ഇട്ട് വെക്കാൻ നല്ലൊരു ടവൽ ഹോൾഡർ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ടവൽ ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ പഴയ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ മോളുടെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. നമുക്കറിയാം കുട്ടികളുടെ ബ്രഷിന്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ ഒരു സാധനം കാണും അല്ലേ. അപ്പോൾ ഇതുപോലുള്ള ബ്രഷ് വെച്ചിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു ബ്രഷിന്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലുള്ള എന്തെങ്കിലും വെയിറ്റ് ഉള്ള സാധനമാണ്. ഇപ്പം ഞാൻ മാർബിളിന്റെ ഒരു പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബ്രഷിന്റെ അടിഭാഗത്തായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബ്രഷ് ഈ ഒരു മാർബിളിന്റെ പീസിലോട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് തന്നെ ഒട്ടിയിട്ടുണ്ട്. ഇനി ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു ബാംഗിൾ ഹോൾഡർ ആയിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ കയ്യിലെ വളകളൊക്കെ നമുക്ക് ഇതുപോലെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് നമ്മുടെ ടേബിളിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന വളകൾ പോലും ഇതിലോട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഒത്തിരി വളകളൊക്കെ കയ്യിലുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുട്ടികളുടെ ഇതുപോലുള്ള ബ്രഷ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല യൂസ്ഫുൾ ആണ്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ 3 ബ്രഷ് എടുത്തിട്ടുണ്ട്. ഈ ഒരു 3 ബ്രഷ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു 3 ബ്രഷ് വെച്ചിട്ടാണ് കാണിച്ചു തരുന്നത്. ഇപ്പം ഞാൻ ഈ ഒരു ബ്രഷ് ഇതുപോലെ ഗോൾഡൻ കളർ ടാപ്പ് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. ആ ഒരു ബ്രഷിന്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പം ഞാൻ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രഷുകളൊന്ന് ഈ ഒരു ടാപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. അങ്ങനെ ഞാനെടുത്ത 3 ബ്രഷും ഗോൾഡൻ കളറിന്റെ ടാപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലുള്ള 2 പ്ലാസ്റ്റിക്കിന്റെ കപ്പാണ്. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ പാർസലൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടാറില്ലേ, അപ്പോൾ ആ ഒരു കപ്പാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബ്രഷിന്റെ മുകളിലായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഈ ഒരു കപ്പിന്റെ മുകളിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. സൈഡ് ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ആദ്യം നമ്മൾ ബ്രഷ് ഒട്ടിച്ച ഭാഗത്ത് നിന്ന് കുറച്ചൊരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം ഇതുപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം രണ്ടാമത്തെ ബ്രഷും ഞാൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ ഒരു 2 ബ്രഷിന്റെയും സെൻട്രലായിട്ട് ഇതുപോലെ മൂന്നാമത്തെ ബ്രഷും ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ ഒരു 3 ബ്രഷിന്റെയും അടിഭാഗത്തായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കപ്പ് കൂടി, അതായത് രണ്ടാമത് എടുത്ത കപ്പ് കൂടി നമുക്ക് ഇതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇതൊരു ബ്രഷ് ആയതുകൊണ്ട് തന്നെ താഴ്ഭാഗത്തോട്ടേ വരുമ്പം അതിന്റെ ഗ്യാപ്പ് വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കപ്പിന്റെ ഉൾഭാഗത്തായിട്ടാണ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നല്ലൊരു ഷോ പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അടിഭാഗത്തായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് വെച്ച് കൊടുക്കുന്നത്. കാരണം അടിഭാഗത്ത് ഒരു ബ്രഷ് ഉൾഭാഗത്ത് വന്നതുകൊണ്ട് തന്നെ നമുക്ക് അധികം സാധനങ്ങളൊന്നും അതിലോട്ട് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു പ്ലാന്റ് ആണ് അതിലോട്ട് വെച്ച് കൊടുക്കുന്നത്.
പിന്നെ മുകൾ ഭാഗത്തായിട്ട് ഞാൻ ഇതാ ജ്വല്ലറി ഐറ്റംസ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന മാലയും വളയൊക്കെ കാണുമല്ലോ, അതൊക്കെ നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് നമ്മുടെ ടേബിളിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന ആഭരണങ്ങളൊക്കെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ അടിഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മൾ ടേബിളിലൊക്കെ വെക്കുമ്പോൾ ഇത് കാണാനും ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇതുപോലുള്ള ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ, അതായത് പഴയ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോസെല്ലാം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വേണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.